പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുക യൂദിത്തിന്റെ പുസ്തകം 11ഉം 12ഉം അധ്യായങ്ങളാണ്. അധ്യായം 11. യൂദിത്ത് ഹോളോഫർണസുമായി സംസാരിക്കുന്നു. ഹോളോഫർണസ് അവളോട് പറഞ്ഞു, സ്ത്രീയെ, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. ലോകാധിപതിയായ നബുക്കദ്നേസറിനെ സേവിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. മലനാട്ടിൽ വസിക്കുന്ന നിന്റെ ജനം എന്നെ അവഹേളിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ നേരെ കുന്തമുയർത്തുകയില്ലായിരുന്നു. അവർ തന്നെ വിളിച്ചു വരുത്തിയ അനർത്ഥങ്ങളാണിത്. നീ അവരെ വിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോന്നത് എന്തിനെന്ന് പറയുക. നീ സുരക്ഷിതയാണ്, ധൈര്യമായിരിക്കുക. ഇന്ന് രാത്രി മുതൽ നിന്റെ ജീവൻ സുരക്ഷിതമാണ്. ആരും നിന്നെ ദ്രോഹിക്കുകയില്ല. എൻ്റെ യജമാനനായ നബുക്കദ്നേസറിന്റെ സേവകരോടെന്ന പോലെ എല്ലാവരും നിന്നോട് സ്നേഹപൂർവ്വം പെരുമാറും. യൂദിത്ത് പറഞ്ഞു, അങ്ങയുടെ ദാസിയായ എൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും അങ്ങയുടെ സന്നിധിയിൽ സംസാരിക്കുന്നതിന് എന്നെ അനുവദിക്കുക. ഈ രാത്രിയിൽ എൻ്റെ യജമാനനോട് ഞാൻ ഒരു അസത്യവും പറയുകയില്ല. മാത്രമല്ല, ഈ ദാസി പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവം അങ്ങ് മുഖാന്തരം പലതും നിർവഹിക്കും. അങ്ങയുടെ ഉദ്യമങ്ങൾ വിഫലമാവുകയില്ല. സർവ്വലോകത്തിന്റെയും രാജാവായ നബുക്കദ്നേസർ വാഴുന്നു. അവന്റെ അധികാരവും നിലനിൽക്കുന്നു. അവനാണല്ലോ സർവ്വ സൃഷ്ടികളെയും നയിക്കുന്നതിന് നിന്നെ നിയോഗിച്ചിട്ടുള്ളത്. നീ മൂലം മനുഷ്യർ അവനെ സേവിക്കുന്നു. മാത്രമല്ല, വയലിലെ മൃഗങ്ങളും കന്നുകാലികളും ആകാശത്തിലെ പറവകളും ജീവിക്കുന്നത് നബുക്കദ്നേസറിനോടും അവന്റെ ഭവനത്തോടും വിധേയത്വം പുലർത്തുന്ന നിന്റെ ശക്തിയാലത്രേ. നിന്റെ ജ്ഞാനത്തെയും സാമർത്ഥ്യത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു. എല്ലാ വിവരവും അറിയുന്നവനും വലിയ യുദ്ധതന്ത്രജ്ഞനുമായി ഈ രാജ്യത്ത് ഒരു നല്ല മനുഷ്യനുള്ളത് നീ മാത്രമാണെന്ന വിവരം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. നിന്റെ സദസ്സിൽ ആഖിയോർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ബത്തൂലിയക്കാർ അവനെ ഉപദ്രവിക്കാഞ്ഞതിനാൽ നിന്നോട് പറഞ്ഞതെല്ലാം അവൻ അവരോടും പറഞ്ഞു. അതിനാൽ എൻ്റെ യജമാനനും നാഥനുമായ നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയോ വിസ്മരിക്കുകയോ അരുത്. അത് സത്യമാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ യജമാനൻ പരാജയപ്പെടുകയോ അവന്റെ ലക്ഷ്യങ്ങൾ വിഫലമാവുകയോ ഇല്ല. കാരണം മരണം അവരുടെ മേൽ വീഴും. തെറ്റു ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പോലെ ദൈവം കോപിക്കത്തക്ക വിധം അവർ പാപം ചെയ്തിരിക്കുന്നു. അവർ ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ തീർന്നു, വെള്ളവും തീരാറായി. നാൽക്കാലികളെ കൊല്ലാൻ അവർ ആലോചിക്കുന്നു. ദൈവം തന്റെ നിയമത്താൽ വിലക്കിയ ഭക്ഷണം കഴിക്കാനും അവർ ഉറച്ചിരിക്കുന്നു. ജെറുസലേമിൽ തങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കായി സമർപ്പിക്കപ്പെട്ട ധാന്യത്തിന്റെ ആദ്യഫലവും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും ഭക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ജനത്തിൽ ആരെങ്കിലും അത് കൈകൊണ്ട് തൊടുന്നത് പോലും നിയമവിരുദ്ധമാണ്. ജെറുസലേം നിവാസികൾ പോലും ഇങ്ങനെ ചെയ്യുന്നതിനാൽ ആലോചനാ സംഘത്തിൽ നിന്നുള്ള അനുവാദത്തിന് അവർ അങ്ങോട്ട് ആളയച്ചിരിക്കുന്നു. അനുവാദം ലഭിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ദിവസം തന്നെ അവിടുന്ന് അവരെ നശിപ്പിക്കാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അതിനാൽ
നിന്റെ ഈ ദാസി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോന്നതാണ്. ലോകത്തെ മുഴുവൻ കേൾക്കുന്നവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നോടൊത്ത് നിർവഹിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തെ രാപ്പകൽ സേവിക്കുന്ന ഭക്തയാണ്. നാഥ, ഞാൻ നിന്നോടൊത്ത് വസിക്കും. ഓരോ രാത്രിയും നിന്റെ ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർ പാപം ചെയ്യുമ്പോൾ ദൈവം അത് എന്നോട് പറയും. ഞാൻ വന്ന് നിന്നെ അറിയിക്കും. അപ്പോൾ നിനക്ക് സൈന്യസമേതം പുറപ്പെടാം. ആർക്കും ചെറുക്കാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ യൂദായുടെ നടുവിലൂടെ ജെറുസലേമിലേക്ക് നയിക്കും. അതിൻ്റെ മധ്യത്തിൽ നിന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. നീ അവരെ ഇടയനില്ലാത്ത ആടുകളെ പോലെ നയിക്കും. നിനക്കെതിരെ കുരയ്ക്കാൻ പട്ടി പോലും വാ തുറക്കുകയില്ല. ദീർഘദർശന ശക്തിയാൽ എനിക്ക് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞു. ഇത് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്നോട് പറയാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഹോളോഫർണസും സേവകന്മാരും അവളുടെ വാക്കുകളിൽ പ്രീതി പൂണ്ടു. അവളുടെ ജ്ഞാനത്തിൽ ആശ്ചര്യം കൊള്ളുകയും ചെയ്തു. അവർ പറഞ്ഞു, ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്വേഷിച്ചാലും സൗന്ദര്യത്തിലും ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠയായ ഒരുവളെ കണ്ടെത്തുകയില്ല. ഹോളോഫർണസ് അവളോട് പറഞ്ഞു, ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകാനും എൻ്റെ യജമാനനെ അവഹേളിക്കുന്നവർക്ക് നാശം വരുത്തുവാനും നിന്നെ നിന്റെ ജനത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഉത്തമം തന്നെ. നീ കാഴ്ചയിൽ സുന്ദരിയാണെന്ന് മാത്രമല്ല, ഭാഷണ ചാതുര്യം ഉള്ളവളുമാണ്. നീ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പക്ഷം നിന്റെ ദൈവം എൻ്റെ ദൈവം ആയിരിക്കും. നീ നബുക്കദ്നേസറിന്റെ കൊട്ടാരത്തിൽ വസിക്കുകയും ലോകപ്രശസ്തയാവുകയും ചെയ്യും. അധ്യായം 12. ശത്രുപാളയത്തിൽ വസിക്കുന്നു. വെള്ളിപ്പാത്രങ്ങൾ വച്ചിരിക്കുന്ന മുറിയിലേക്ക് അവളെ നയിക്കാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു. തൻ്റെ ഭക്ഷണ വിഭവങ്ങളിൽ ചിലതുകൊണ്ട് അവൾക്ക് വിരുന്നൊരുക്കാനും തൻ്റെ വീഞ്ഞു പകർന്നു കൊടുക്കുവാനും അവൻ കൽപ്പിച്ചു. അപ്പോൾ യൂദിത്തു പറഞ്ഞു, എനിക്കത് ഭക്ഷിച്ചുകൂടാ, അത് നിയമവിരുദ്ധമാണ്. എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്. ഹോളോഫർണസ് പ്രതിവചിച്ചു, നിന്റെ പക്കലുള്ളത് തീരുമ്പോൾ ഞങ്ങൾ അത് എവിടെ നിന്ന് കൊണ്ടുവരും? നിന്റെ ജനത്തിലാരും ഇവിടെ ഇല്ലല്ലോ. യൂദിത്തു പറഞ്ഞു, നാഥ, നിന്റെ ജീവനാണേ, കർത്താവ് എൻ്റെ കരത്താൽ നിർവഹിക്കാൻ ഉറച്ചത് ചെയ്യും വരെ നിന്റെ ദാസിയുടെ കൈവശമുള്ള സാധനങ്ങൾ തീരുകയില്ല. അനന്തരം ഹോളോഫർണസിന്റെ ഭൃത്യന്മാർ അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അർദ്ധരാത്രി വരെ അവൾ ഉറങ്ങി. പ്രഭാതത്തിന് മുമ്പ് അവൾ ഉണർന്നു. ഹോളോഫർണസിന്റെ അടുത്തേക്ക് ആളെ അയച്ച് അവൾ അപേക്ഷിച്ചു, നിന്റെ ദാസി പുറത്തുപോയി പ്രാർത്ഥിക്കുന്നതിന് കൽപ്പിച്ചനുവദിക്കണം. അവളെ തടയരുത് എന്ന് ഹോളോഫർണസ് കാവൽ ഭടന്മാർക്ക് കൽപ്പന നൽകി. അവൾ 3 ദിവസം പാളയത്തിൽ പാർക്കുകയും രാത്രി തോറും ബത്തൂരിയ താഴ്വരയിൽ പോയി പാളയത്തിലെ അരുവിയിൽ കുളിക്കുകയും ചെയ്തു. അരുവിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൾ സ്വജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് മാർഗം കാണിച്ചു തരണമേ എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ സംശുദ്ധയായി അവൾ കൂടാരത്തിലേക്ക് മടങ്ങുകയും അത്താഴം കഴിയുന്നതുവരെ അവിടെ തങ്ങുകയും ചെയ്തു. ഹോളോഫർണസിന്റെ വിരുന്ന്. 4-ാം ദിവസം ഹോളോഫർണസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്ക് മാത്രമായി ഒരു വിരുന്നൊരുക്കി. തന്റെ സ്വകാര്യ പരിചാരകനായ ഷണ്ടൻ ബഗാവാസിനോട് അവൻ പറഞ്ഞു, നീ പോയി നിന്റെ സംരക്ഷണയിൽ ഇരിക്കുന്ന ആ ഹെബ്രായ സ്ത്രീയെ ഞങ്ങളോടൊത്ത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പ്രേരിപ്പിക്കുക. അത്തരമൊരു സ്ത്രീയുടെ സഹവാസം ആസ്വദിക്കാതെ വിടുന്നത് അപമാനകരമാണ്. നാം അവളെ ആശ്ലേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും. ബഗോവാസ് യൂദിത്തിനെ സമീപിച്ചു പറഞ്ഞു, സുന്ദരിയായ പരിചാരികെ, വരിക, ഹോളോഫർണസിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനിതയാവുക. വീഞ്ഞു കുടിച്ച് ഞങ്ങളോട് ഉല്ലസിക്കുക. ഇന്നു നീ നബുക്കദ്നേസറിന്റെ ഭവനത്തിൽ സേവനം ചെയ്യുന്ന അസീറിയ പുത്രിമാർക്ക് തുല്യയായി ഭവിക്കുക.
യൂദിത്ത് പ്രതിവചിച്ചു, എൻ്റെ യജമാനനെ നിരസിക്കാൻ ഞാൻ ആര്? അവന് പ്രീതികരമായതെന്തും ഞാൻ നിശ്ചയമായും ഉടൻ അനുഷ്ഠിക്കും. മരണം വരെ അത് എനിക്ക് സന്തോഷജനമായിരിക്കും. അവൾ എഴുന്നേറ്റു, തനിക്കിണങ്ങിയ എല്ലാത്തരം ആടയാഭരണങ്ങളും അണിഞ്ഞു. അവളുടെ നിത്യോപയോഗത്തിന് ബഗോവാസ് നൽകിയ മൃദുലമായ ആട്ടിൻതോൽ യൂദ്യത്തിന് ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് ഹോളോഫർണസിന്റെ മുൻപിൽ ദാസി വിരിച്ചു. യൂദിത്ത് അകത്തു കടന്ന് അതിൽ ശയിച്ചു. ഹോളോഫർണസിന്റെ ഹൃദയത്തിൽ അവളെക്കുറിച്ചുള്ള അഭിലാഷം നിറഞ്ഞു. അവളെ സ്വന്തമാക്കാൻ അവൻ കൊതിച്ചു. ആദ്യമായി കണ്ടതു മുതൽ അവളെ കൊടുക്കാൻ അവൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. ഹോളോഫർണസ് അവളോട് പറഞ്ഞു, കുടിച്ച് ഞങ്ങളോട് തുല്ലസിക്കുക. യൂദിത്ത് പറഞ്ഞു, പ്രഭു, ഇപ്പോൾ ഞാൻ കുടിക്കും. എന്തെന്നാൽ ജനനം മുതൽ ഇന്നു വരെയുള്ള ഏതു ദിവസത്തെയും കാൾ ഇന്ന് എനിക്ക് എൻ്റെ ജീവൻ വിലപ്പെട്ടതാണ്. അതിനുശേഷം തൻ്റെ ദാസി പാകപ്പെടുത്തിയിരുന്ന ഭക്ഷണപാനീയങ്ങൾ അവൾ അവന്റെ മുൻപിൽ വെച്ച് കഴിച്ചു. ഹോളോഫർണസ് അവളിൽ അത്യധികം പ്രസാദിച്ചു. ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടില്ലാത്തത്ര വീഞ്ഞ് കുടിക്കുകയും ചെയ്തു.